കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച CPM DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികൾ ഒളിവിലാണ്. പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നന്ദുഷ വിവരങ്ങളുമായുണ്ട്. നന്ദു, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച സംഭവം അതെന്താണ്? എടുത്തിരിക്കുന്ന കേസ്, എത്ര പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്? വകുപ്പുകൾ എന്തൊക്കെ? പക്ഷേ ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഇവിടെ കുമളി 3-ാം മൈലിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ജോബിൻ ചാക്കോ ആക്രമിക്കപ്പെട്ടത്. പട്ടികയിൽ ഇരുമ്പാണി തറച്ച് മുനയുള്ള ഭാഗം ഉപയോഗിച്ച് ശരീരത്ത് അടിക്കുകയായിരുന്നു. കൂടുതലും അരയ്ക്ക് താഴേക്കാണ് മർദ്ദനമേൽക്കേണ്ടി വന്നത്. അതിനാൽ തന്നെ ആഴത്തിലുള്ള മുറിവ് ഇടത് കാലിന് ഏൽക്കുകയും ഇടത് കാലിന് ഒടിവുണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ രാത്രി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ജോബിൻ ചാക്കോയുടെ മൊഴിയെടുത്തിരുന്നു. മൊഴിയിൽ വ്യക്തമായി പറയുന്നുണ്ട് അമരാവതി ലോക്കൽ സെക്രട്ടറി രാജനും ഒപ്പം DYFI നേതാവായിട്ടുള്ള നിഖിലും ഒക്കെ ചേർന്നിട്ടാണ് തന്നെ ആക്രമിച്ചതെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരമുള്ള പ്രതികളുടെ പട്ടിക തയ്യാറാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 4 DYFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ കുമളിയിൽ യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പല ഭാഗങ്ങളിലായി ഉയർന്നു വരുന്നുണ്ട്. കാര്യം ജോബിൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരീരം ആസകലം അടിയേറ്റിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുതിർന്ന ഒരു CPM നേതാവിന്റെ അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് CPM പേജുകളിൽ ഇട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ്, ഈ മുതിർന്ന CPM നേതാവിനെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു കമന്റ് ജോബിൻ ചാക്കോ ഇട്ടതിലുള്ള പ്രകോപനമാണ് CPM നേതാക്കൾ ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് നയിച്ചത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. നല്ല രീതിയിലുള്ള പരിക്കേറ്റ് ജോബിൻ ഇപ്പോൾ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.